മേഘാലയയിലെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലത്ത് ചെന്നാലും ഇതേപോലത്തെ 3 കല്ലുകൾ നിങ്ങൾക്ക് കാണാം. ആദിവാസികളുടെ ഗോത്രങ്ങളുടെ ഒരു അടയാളക്കല്ലാണിത്. ഇവിടെ 3 പ്രധാനപ്പെട്ട ആദിവാസി ഗോത്രങ്ങളാണുള്ളത്. ചിറാപൂഞ്ചി എന്ന് കുറെ കാലമായിട്ട് കേൾക്കണാണ്, സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ കേൾക്കണാണ്. ഇന്ന് നമ്മൾ ചിറാപൂഞ്ചി കാണാൻ പോകണം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം പണ്ട് അങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ വലിയൊരു ടീമുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് 7 ആൾക്കാരുണ്ട്. കണ്ണൂരുകാരിയാണ് കൃഷ്ണ. ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്താൻ ഇരിഞ്ഞാലക്കുടക്കാരി മീന ടീച്ചറാണ്. അതേപോലെ ഇത് ഒരു ദമ്പതികളാണ് ഞങ്ങളെ കൂടെയുള്ള കപ്പിൾസ്. ഈ കപ്പിൾസ് കോഴിക്കോട്ടുകാരാണ്. നമ്മളുടെ ഒന്ന് പരിചയപ്പെട്ടത് ഷീജ ദിനേൻ. ഒരു ഇന്നോവയിലാണ് ചിറാപൂഞ്ചി കാണാൻ പോകുന്നത്. അപ്പൊ ട്രാവൽ കുനിയയിൽ ഇന്ന് ചിറാപൂഞ്ചിയിലെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ. നമ്മൾ 7 പേരുള്ളതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്കൊരു ഇന്നോവ വിളിച്ചിട്ട് പോവാം. ഇന്നോവ വിളിച്ചു കഴിഞ്ഞാൽ 6500 രൂപയാണ് നമ്മൾ ഈ ഇന്നോവയ്ക്ക് ഒരു ദിവസം. നമ്മളെ ഡ്രൈവർ ചേട്ടൻ ബാറ്റിസ്റ്റ എന്നാണ് മൂപ്പരെ പേര്. അപ്പൊ നമ്മളിതാ ഈ വണ്ടിയിലാണ് പോകുന്നത്. ചിറാപൂഞ്ചിയിലേക്ക് നമ്മൾ കയറ്റം കയറി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ചുരം കയറി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ ആർമിയുടെ ഭാഗങ്ങളാണ്, അവരാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. കാരണം ഇത് ബംഗ്ലാദേശ് ബോർഡറാണ്. ബംഗ്ലാദേശ് അതേപോലെ പല രാജ്യങ്ങളും അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഈ അവിടെ പോയ ബംഗ്ലാദേശ് കാണാമെങ്കിലും പറയുന്നത് നമ്മള് ബംഗ്ലാദേശ് കേട്ടോ. ഹിന്ദി ഇംഗ്ലീഷ് ഇതൊന്നുമല്ല, വേറെ ഏതോ ഭാഷയാണ് ചേട്ടൻ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ബാറ്റിസ്റ്റ എന്നൊക്കെ പേരിട്ടുണ്ട്. മൂപ്പർ പറഞ്ഞ ഞങ്ങൾക്ക് മനസ്സിലാവില്ല, ഞങ്ങള് പറഞ്ഞ മൂപ്പർക്ക് മനസ്സിലാവുന്നില്ല. നല്ല ഭംഗിയുള്ള ഫ്രൂട്ട്സ്, ആപ്പിളും പേരയ്ക്ക് എന്തൊക്കെയോ, ഡ്രാഗൺ ഫ്രൂട്ട്, എല്ലാം ഉണ്ട്. ഇതിനേക്കാളും ഭംഗിയുള്ള ചേച്ചി കേട്ടത് വിൽക്കുന്നത്. ചേച്ചിക്ക് നാണം വന്നു. അയ്യോ, ആപ്പിള് പോലെയുള്ള ചേച്ചിമാര് കേട്ടിട്ടുള്ളൂ. ഓ, എന്താ ഇവിടെ വില? നല്ല വിലയാട്ടോ ഇവിടെയൊക്കെ. ചേച്ചിമാര് കത്തി റേറ്റ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാട്ടിനേക്കാളും വിലയാണ് ഇവിടെ ആപ്പിളിന്. ആപ്പിൾ ഹൗ മച്ച്? ഒരു കിലോ 350 രൂപയാണ്. നാട്ടിൽ 200 രൂപയ്ക്ക് കിട്ടുന്ന ആപ്പിളാണ് ചേച്ചി 350 രൂപയ്ക്ക് വിറ്റോണ്ടിരിക്കുന്നത്. കിവിയാണത്, നാടൻ കിവി. സാധാരണ കിവി വലുതാണ്, ഇത് ചെറുതാണ്. 2 10 രൂപയ്ക്ക് ടീച്ചർ വാങ്ങിയിട്ട്. ഇത് മാത്രം അവിടെ വില കുറഞ്ഞ സാധനമുള്ളൂ. നമ്മളിപ്പോ സോഹ്ര എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അപ്പോഴാണ് അറിഞ്ഞത് ശരിക്കും ചിറാപൂഞ്ചി അറിയപ്പെടുന്നത്, ഇവിടെയുള്ള ആൾക്കാരെ സോഹ്ര എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നീടാണ് ചിറാപൂഞ്ചി എന്നുള്ള പേര് വന്നിട്ടുള്ളത്. പഴയ പേര് സോഹ്രയാണ്. ഇത് നോക്കി ഭയങ്കര ഹൈറ്റ് ഉള്ള ഒരു സ്ഥലമാണ്. ഇവിടുന്ന് നമ്മൾ അപ്പുറത്ത് കാണുന്ന ആ മലമുകളിലൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയത്. ഒരു വ്യൂ പോയിന്റ് കണ്ടിട്ട് നമ്മള് നിർത്തിയാണ്. ഹായ് നിഷ, എപ്പടി ഇരുന്നത് യാത്ര? Good. തമിഴ് தெரியுமா? எனக்கு I don't know Tamil. ഇവിടെ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. എന്താണ് ഇതിന്റെ ഉള്ളിലുള്ളതെന്ന് അറിയില്ല. താഴേക്ക് ഇറങ്ങി പോണം. നമ്മള് ഇവിടെ ഒരുപാട് ദൂരെ യാത്ര ചെയ്തിട്ട് എത്തിയ മാതിരിയാണ് ഫീൽ ചെയ്യുന്നത്. പതുക്കെയാണ് ഇവിടെ വണ്ടി പോവുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വളഞ്ഞും തിരിഞ്ഞൊക്കെ ഉള്ള യാത്രകളാണ്. നല്ല ഡേഞ്ചറസ് ആയിട്ടുള്ള റൂട്ടാണ്. ലാൻഡ് സ്ലൈഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇവിടെ നമ്മൾ ഒരു സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ താഴേക്ക് വന്നു. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. എന്താണെന്ന് നോക്കട്ടെ. ഇവിടെ ആൾക്കാരിങ്ങനെ ഇവിടുത്തെ ട്രൈബൽസിന്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതാണ് പരിപാടി. ആൾക്കാർ ഫോട്ടോ എടുക്കാൻ നിൽക്കുക, ഫോട്ടോ എടുക്കുക. കപ്പിൾസ് വന്നിട്ട് ഫോട്ടോ എടുക്കുന്നത്. ഒരു പ്രത്യേക തരം ക്ലൈമറ്റ് ആട്ടോ ഇവിടെ. നോക്കിയേ, എന്താ നല്ല വെയിൽ പുറത്തുണ്ട്. പക്ഷെ ഈ മരത്തിന്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ ഇരുട്ടായി. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ നല്ലൊരു പുഴ ഒഴുകണ ഒച്ച കേൾക്കുന്നുണ്ട്. ഒരു വ്യൂ പോയിന്റ് ആണെന്നാ പറഞ്ഞത്. എന്താണ് അവിടെ കാണാനുള്ളത്? ആൾക്കാർ ഇവിടെയൊക്കെ നിന്നിട്ട് റെസ്റ്റ് എടുക്കുന്നുണ്ട്. പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി. ഇവിടെ പലതരത്തിലുള്ള വഴികളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴിയുണ്ട്. ഇതേ ഒരു വ്യൂ പോയിന്റ് ആണ്. പോയി നോക്കട്ടെ ഇവിടെ എന്താണാവോ. ഇവിടെ ഒന്നും കാണില്ല, പക്ഷെ പുഴയിൽ നിന്ന് വെള്ളം ഒഴുകണതിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്. താഴേക്ക് ഇങ്ങനെ സ്റ്റെപ്പ്, അവിടെയാണ് ശരിക്കുള്ള വ്യൂ പോയിന്റ്. പോയി നോക്കട്ടെ. നല്ല ക്ലീൻ ആക്കിയിട്ട് സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് വഴി. നമുക്ക് സുഖമായിട്ട് നടന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ഓപ്പൺ ഏരിയ കാണുന്നുണ്ട്. പോയി നോക്കട്ടെ. നമ്മൾ പോകുന്ന റോട്ടിൽ നിന്ന് നല്ലോണം താഴേക്ക് ഇറങ്ങി വന്നിട്ടാണ് വ്യൂ പോയിന്റ് ഉള്ളത്. ഇവിടെ ആ മരത്തിൻ്റെ ഇടയിൽ കൂടെ നടന്നപ്പോണ്ടല്ലോ ശരിക്കും വരച്ചു പോയി. പക്ഷേ ഇവിടെ ഇങ്ങനെ വെയിലത്തേക്ക് വന്നപ്പോൾ നോർമലായിട്ടുള്ള ഒരു ടെമ്പറേച്ചറാണ്, ഒരു കുഴപ്പമില്ല. നമ്മൾ ആ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കാനായിട്ട്
എല്ലാവരും ക്യൂ നിൽക്കുകയാണ്. ഇവിടെ ഒരു ടിക്കറ്റ് എടുക്കണം. 50 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ താഴേക്കുള്ള വ്യൂ പോയിന്റിലേക്ക് നടക്കാൻ പോകുന്നത്. അപ്പോൾ അത്രയും ദൂരം നമ്മൾ നടന്നു പോയാലാണ് ഈ വ്യൂ ഒക്കെ കാണുക. എന്തായാലും ആ ഒരു താഴേക്കുള്ള ഇറക്കം ആരംഭിച്ചിട്ടുണ്ട്. കുത്തനുള്ള ഇറക്കമാണ്. നമ്മളിതാ ആ മുകളിലാണ് ഉണ്ടായിരുന്നത്. നമ്മൾ റോഡ് വേണമെങ്കിൽ കാണിച്ചു തരാം. അവിടെ ആ പാലം കാണില്ലേ, അതിലൂടെയാണ് നമ്മൾ റോഡ്, നമ്മളെ വണ്ടി അവിടെയാണ് നിർത്തിയിട്ടുള്ളത്. നല്ല മഴ പെയ്യുന്ന പ്രദേശമായതുകൊണ്ട് ഇവിടെ മരങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ട്. ഒരുപാട് മരങ്ങളാണ് ഇവിടെ. ചെറിയൊരു സ്ഥലത്ത് തന്നെ ഒരുപാട് മരങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു രീതിയാണ്. വളരെ തിക്കായിട്ടുള്ള ഫോറസ്റ്റാണ്. ആ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. ചിറാപ്പൂഞ്ചി എന്നൊക്കെ പറയുന്ന ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളെ നാട്ടിലും കാടുണ്ട്, പക്ഷേ ഇത് അതിനേക്കാളൊക്കെ ഇൻറ്റൻസിറ്റി ഉള്ള ഒരു ഫോറസ്റ്റ് ആണ്. ഡെൻസ് ഫോറസ്റ്റ് എന്ന് പറയാം. അങ്ങോട്ടേക്ക് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. കാട്ടിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് വെള്ളം ഒഴുകി വരുന്നതിൻ്റെ കാഴ്ചകൾ കാണുന്നുണ്ട്. അങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത്. ഞാൻ മാത്രമല്ല, വേറെ ആൾക്കാരിവിടെ വന്നിട്ടുണ്ട്. ഇവർ രാവിലെ വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഇവർ തിരിച്ച് കയറി പോകുമ്പോഴുള്ള ആ ബുദ്ധിമുട്ട് കണ്ടറിയാം ആൾക്കാർ. ക്ഷീണം കൊണ്ട് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും താഴേക്ക് ഇറങ്ങണം. താഴെ കുത്തനെ താഴെ കേട്ടോ. ഇവിടേക്കൊക്കെ സ്റ്റെപ്പ് ഉണ്ടാക്കിയൊരു സമ്മതിക്കണം. വെള്ളച്ചാട്ടം കണ്ടു കിട്ടിയിട്ടുണ്ട്. നല്ല തണുപ്പ്. ഇവിടേക്ക് വരുമ്പോഴേക്കും തണുപ്പ് പെട്ടെന്ന് കൂടി, ഒരു രക്ഷയില്ല. നല്ലോണം താഴേക്ക് വന്നു. ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്തിപ്പെടുന്നത് ഒരു കാടിൻ്റെ ഉള്ളിലൊരു വെള്ളച്ചാട്ടം കാണാൻ മാത്രം ഉണ്ട് കേട്ടോ. അയ്യോ, ഇത് പാലൊഴുകുന്ന മാതിരി കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. ആ പുഴയിലെ വെള്ളം ഇവിടെ ഒരു ചെറിയ തടാകത്തിൽ വന്നിട്ട് ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അടി വരെ കാണാം. നമ്മളെ നാട്ടിൽ കലങ്ങും മണ്ണുണ്ടാവും. ഇവിടെ മണ്ണില്ല. ഇത്രയും മരങ്ങളുടെ ഇടയിൽ കൂടെ വെള്ളം ഒഴുകി വരുന്നതായതുകൊണ്ട് അത് ശുദ്ധമായ വെള്ളം. അതിൽ പൊടിയില്ല, ചളിയില്ല, ഒന്നുമില്ല. ആ മുകളിൽ നിന്നാണ് വെള്ളം ഒഴുകി വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ കുളിക്കാം, ഒരു പ്രശ്നവുമില്ല. ആഴമില്ല, അധികം ആഴമില്ലാത്തൊരു തടാകം ഈ വെള്ളച്ചാട്ടം ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. അത്രയും ശക്തിയായിട്ട് വെള്ളം ഒഴുകി വന്നിട്ട് ഇവിടെ ഒരു കുഴി ഉണ്ടായതാണ്. ഇതൊരാൾ ആഴം ഉണ്ടാവുള്ളൂ. നല്ല ക്ലൈമറ്റാണ്. വേണമെങ്കിലൊന്ന് കുളിക്കാം. വെള്ളത്തിന് എത്രത്തോളം തണുപ്പുണ്ടാവും എന്നാണ് ആലോചിക്കുന്നത്. ഇവിടെ തന്നെ മൊത്തത്തിൽ കാട്ടിൻ്റെ ഉള്ളിലായതുകൊണ്ട് തണുപ്പ് കൂടുതലാണ്. ഈ വെള്ളം ഇങ്ങനെ താഴേക്ക് ഒഴുകി പോകുന്നുണ്ട്. അത് ഇവിടുത്തെ കല്ലിൻ്റെയൊക്കെ ഡിസൈൻ നോക്കി എന്ത് ഭംഗിയാണ്. ശരിക്കും ഇത് ഹിമാലയത്തിൻ്റെ പാർട്ട് തന്നെയാണ് കേട്ടോ. ആ ഹിമാലയം റീജിയൻസിൽ കൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മഞ്ഞില്ലാന്നേ ഉള്ളൂ. ഇതാണ് വെള്ളത്തിൻ്റെ താഴെ നിന്നുള്ള കാഴ്ച. അയ്യോ, ഇതിൽ നല്ല ഭംഗിയുള്ള കല്ലുകളാട്ടോ ഉള്ളത്. അടി വരെ കാണാം. ഇതാണ് ഇതിലെ ഹൈലൈറ്റ്. തണുത്ത വെള്ളമാണ്. ഞാൻ ചവിട്ടി, ഒരു രക്ഷയില്ല. തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്രീസിങ് ആണ്. അയ്യോ, വെള്ളത്തിൽ ഇറങ്ങണതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും വയ്യ. എന്തായാലും ഇതൊന്ന് കാണാൻ പറ്റുക എന്നുള്ളത് തന്നെ നല്ലൊരു കാഴ്ചയാണ്. ശരിക്കും പറഞ്ഞാൽ അതിൽ മുങ്ങി കുളിക്കണം എന്നുണ്ട്, പക്ഷെ നല്ല തണുപ്പാണ്. നമ്മള് എന്താ പറയുക, 0 ഡിഗ്രി. ഇത് ഐസായി നിൽക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളോടത് എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയില്ല. അത്രയും തണുത്ത വെള്ളമാണ്. കുത്തണ തണുപ്പാണ്. ഞാൻ കാലറിയാതെ അതിന് ചവിട്ടിപ്പോയി. ആ കാലിൻ്റെ ഭാഗം മരവിച്ചു. ഇവിടെ എങ്ങനെ ഈ വെള്ളം ഇത്രയും തണുപ്പ് എടുത്തു വെക്കണമെന്ന് മനസ്സിലാവുന്നില്ല. കുളിർന്നു പോയി. ആ കാണുന്ന സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഞാൻ മാത്രമാണ് താഴേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത്. ഇവിടെ ഇറങ്ങി വന്നപ്പോഴാണ് ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റിയത്. കാടിൻ്റെ ഉള്ളിലായതുകൊണ്ട് അതിന് വേറൊരു ഫീലാട്ടോ. ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേടിയാണ് തോന്നുന്നത്. കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വല്ല വന്യജീവികളോ എന്താ അറിയില്ല അവിടുത്തെ അവസ്ഥ. ഇവിടെ നല്ല കട്ടിയുള്ള കാടാണ്. ഇതിൻ്റെ ഉള്ളിൽ വല്ല ചെറിയ ജീവികളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ മാത്രം ഇവിടെ ഉള്ളൂ. ഇതാ വെള്ളം ഇങ്ങനെ താഴേക്ക് ഒഴുകി പോവാണ്. ഒറ്റയ്ക്ക് അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല. തിരിച്ചു പോകണം. നമ്മളെ വാഹനം മുകളിൽ കാത്തു നിൽക്കുകയാണ്. ഇനി ഏകദേശം ഒരു 10-15 മിനിറ്റ് എടുത്താലെങ്കിൽ മുകളിൽ എത്താൻ പറ്റുള്ളൂ. ഈ വെള്ളത്തിൽ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ തോന്നുന്നില്ല. എന്തായാലും ഞാൻ കുറച്ചൊന്ന് എടുത്ത് കുടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇത്രയും ശുദ്ധമായിട്ടുള്ള വെള്ളമാണ്. പ്യോർ വാട്ടറാണ്. ഇതിൻ്റെ അടിയിൽ പായലോ അങ്ങനെയൊന്നും അധികം കാണുന്നില്ല. ഐസെടുത്ത് വായിലിട്ട് അതേ ഫീല്. കുളിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ വയ്യ. നാട്ടിലാണെങ്കിൽ ഉറപ്പായിട്ട് കുളിച്ചിട്ടുണ്ടാവും. ഞാൻ ബാഗൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളച്ചാട്ടത്തിൽ അഥവാ ഇറങ്ങിയാലും
ഡ്രസ്സ് ചേഞ്ച് ചെയ്യാന്നൊക്കെ ചോദിച്ചു. പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ചിലപ്പോൾ മരിച്ചു പോകും ഇതിനകത്ത് കിടന്നിട്ട്.